മുസ്ലിങ്ങൾ ആദ്യമായി ഹിജ്റ പോയത് എവിടേക്ക്? അബിസീനിയയിലേക്ക്. ഖുർആൻ ആദ്യമായി അച്ചടിച്ചത് എവിടെ? ജർമ്മനി. ജിബ്രീൽ എന്ന നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ. സൂറത്ത് ത്വാഹയിലെ ആകെ ആയത്തുകളുടെ എണ്ണം 135. ഖുർആൻ പരിഭാഷ ഏറ്റവും കൂടുതൽ ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ്. ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാം. മദിയനിലേക്ക് അയക്കപ്പെട്ട പ്രവാചകൻ ആര്? ശുഐബ് നബി അലൈഹിസ്സലാം. അത്താഴത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്: അത്താഴത്തിൽ ബർക്കത്തുണ്ട്. റമദാനിലെ ഫർള് നമസ്കാരങ്ങൾക്കുള്ള പുണ്യം: 70 ഫർള് നമസ്കരിച്ച പുണ്യം. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുന്നതിൻ്റെ വിധി എന്ത്? കറാഹത്ത്. ലൈലത്തുൽ ഖദർ പരാമർശിക്കുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ഖദർ. ഗ്രന്ഥരൂപത്തിൽ ആക്കിയ ഖുർആനിന് മുസ്ഹഫ് എന്ന് പേര് നൽകിയതാര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ 1/4 എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറ കാഫിറൂൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷം AD 570. 1000 മാസങ്ങളേക്കാൾ ഉത്തമമായ ഒരു ദിവസം റമദാനിൽ ഉണ്ട്. ഏതാണത്? ലൈലത്തുൽ ഖദർ. നോമ്പിൻ്റെ ഫർളുകൾ എത്ര? 2. ഹിജ്റ 8 റമദാൻ മാസം നടന്ന ഇസ്ലാമിലെ വലിയ സംഭവം. മക്ക വിജയം. നോമ്പ് സ്ഥിരപ്പെടാൻ എത്ര പേർ മാസം കാണണം? നീതിമാനായ ഒരു വ്യക്തി. റമദാൻ മാസം നോമ്പിനായി തിരഞ്ഞെടുക്കാനുള്ള കാരണം? ഖുർആൻ ഇറങ്ങിയ മാസമായതുകൊണ്ട്. ഇസ്ലാം കാര്യങ്ങളിൽ എത്രാമത്തേതാണ് റമദാനിലെ നോമ്പ്? 4. റമദാനിൽ മാത്രമുള്ള സുന്നത്ത് നമസ്കാരം ഏത്? തറാവീഹ്. തറാവീഹ് ഒരു ഇമാമിൻ്റെ കീഴിൽ കൊണ്ടുവന്നത് ആരുടെ ഭരണകാലത്താണ്? 2ാം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. റമദാനിലെ നോമ്പിനെ തുടർന്ന് നിർബന്ധമാകുന്ന കർമ്മം ഏത്? ഫിത്ർ സക്കാത്ത്. നോമ്പ് നിഷിദ്ധമായ ദിവസങ്ങൾ ഏതെല്ലാം? 2 പെരുന്നാൾ ദിനം, അയ്യാമു തശ്രീഖ് അഥവാ ദുൽഹിജ്ജ മാസം 11, 12, 13 ദിവസങ്ങൾ. അന്ത്യദിനത്തിൽ മനുഷ്യനു വേണ്ടി ശുപാർശ ചെയ്യുന്ന 2 കാര്യങ്ങൾ: ഖുർആനും നോമ്പും. തന്നിഷ്ടമോ സ്വാർത്ഥമോ മുൻനിർത്തി സംസാരിക്കുകയെന്ന സ്വഭാവമേ നബിക്കില്ല. ഈ ആശയം നൽകുന്ന വചനം ഏതാണ്? വമാ യൻതിഖു അനിൽ ഹവാ. സൂറത്തുൽ സുഖ്റുഫിലെ ഇബാദുർ റഹ്മാൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? മലക്കുകൾ. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത? സൈനബ് ബിൻ ഖുസൈമ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ? നൂഹ് നബി അലൈഹിസ്സലാം. ഹദീസുകൾ ക്രോഡീകരിക്കാൻ ആദ്യമായി നിർദ്ദേശിച്ചതാര്? ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരിൽ പ്രധാനി?
സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 69 തവണ. ലൂത്ത് നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട്? 27 തവണ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 12 തവണ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ട്? 17 സ്ഥലത്ത്. സക്കരിയ നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ ആവർത്തിക്കുന്നു? 7 തവണ. അയ്യൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 4 തവണ. അസ്സലാമു അലൈക്കും എന്ന് ആദ്യം ചൊല്ലിയത് ആര്? ആദം നബി അലൈഹിസ്സലാം. നബി എന്ന അറബി പദത്തിന് മലയാളത്തിൽ സമാനമായി നൽകുന്ന പദം? പ്രവാചകൻ. ഏടുകൾ നൽകപ്പെടുകയും എന്നാൽ ഖുർആനിൽ പേര് പറയപ്പെടാതിരിക്കുകയും ചെയ്ത നബി? സീസ് അലൈഹിസ്സലാം. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ പേര് ഖുർആനിൽ എത്ര തവണ വന്നിട്ടുണ്ട്? 43 തവണ. ഹൂദ് നബി അലൈഹിസ്സലാമിൻ്റെ നാമം ഖുർആനിൽ എത്ര തവണ പരാമർശിച്ചിട്ടുണ്ട്? 7 തവണ. ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണെന്ന് ഖുർആൻ പരാമർശിച്ച നബി ആര്? ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നിശ്ചയമായും നീ ഇഷ്ടപ്പെട്ടവരെ നീ നേർമാർഗത്തിലാക്കുകയില്ല. എങ്കിലും അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ നേർമാർഗത്തിലാക്കുന്നു. സന്മാർഗം പ്രാപിക്കുന്നവരെക്കുറിച്ച് അവൻ നല്ലവണ്ണം അറിയുന്നവനുമത്രേ. ഈ ആയത്ത് ആരുടെ മരണം ആസന്നമായപ്പോൾ അവതരിച്ചതാണ്? അബൂ ത്വാലിബിൻ്റെ. സൂറത്തുൽ ഖിതാൽ എന്നു പേരുള്ള സൂറത്ത് ഏത്? സൂറ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ സ്വഹാബികളിൽ 2 പേർ കണ്ടുമുട്ടിയാൽ ഒരു സൂറത്ത് പരസ്പരം ഓതി കേൾപ്പിക്കാതെ അവർ പിരിഞ്ഞു പോവാറില്ല. ഏതാണ് ഈ സൂറത്ത്? സൂറത്തുൽ അസ്ർ. അധർമ്മകാരികളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന രേഖ? സിജ്ജീൻ. തീർച്ചയായും നാം നിന്റെ മേൽ ഒരു കനപ്പെട്ട വാക്ക് ഇട്ടുതരുന്നതാണ്. കനപ്പെട്ട വാക്ക് എന്നതിൻ്റെ വിവക്ഷ? വിധിവിലക്കുകൾ. തീർച്ചയായും അവർ അതിനെ വിദൂരമായി കാണുന്നു, നാം അതിനെ അടുത്തതായി കാണുന്നു. സൂറ മആരിജിൽ എന്തിനെ പറ്റിയാണ് പ്രതിപാദ്യം? അന്ത്യദിനം. സിനാമുൽ ഖുർആൻ എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. സൂറത്ത് ത്വാഹയിലെ വചനം 81 അള്ളാഹുവിൻ്റെ കോപത്താൽ നാശത്തിൽ പതിക്കുന്നവർ ആര്? ഭക്ഷണത്തിൽ അതിര് കടന്നവർ. ഒരു സൂറത്തിലെ എല്ലാ ആയത്തുകളും ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്നു. സൂറത്ത് ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ നക്ഷത്രം? ഷിയാർ. വിശുദ്ധ ഖുർആനിൽ ഒരു പഴത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന സൂറത്ത്? സൂറത്തുത്തീൻ. സൂറ മുദ്ദസിറിലെ 11 മുതൽ 30 വരെയുള്ള വചനങ്ങൾ അവതരിച്ചത് ഒരു ഖുറൈശി പ്രമുഖൻ്റെ വിഷയത്തിലാണ്. ആരാണയാൾ? വലീദ് ബിൻ മുഗീറ.
സൂറ മുജാദിലയിലെ ആദ്യ 4 വചനങ്ങൾ പ്രവാചകനുമായി തർക്കിച്ച ഒരു സ്ത്രീയുടെ വിഷയത്തിൽ അവതീർണമായതാണ്. ആരാണവർ? ഖൗല ബിൻത് സഅലബ റളിയല്ലാഹു അൻഹ. വിശുദ്ധ ഖുർആനിൽ ഒരു ഗോത്രത്തിൻ്റെ പേരിൽ ഒരു സൂറത്ത് ഉണ്ട്. ഈ ഗോത്രത്തിൽ ഉള്ള പ്രവാചകന്റെ പേര് എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നൂഹ് നബിയുടെ കപ്പൽ ഏത് പർവ്വതത്തിലാണ് വന്നണഞ്ഞത്? ജൂദി പർവ്വതത്തിൽ. ഒരു ജീവിക്ക് നാം വഹി നൽകിയിട്ടുണ്ടെന്ന് ഖുർആനിൽ പരാമർശമുണ്ട്. ഏതാണ് ആ ജീവി? തേനീച്ച. തൂണുകളുടെ ഉടമകൾ എന്ന് ഏത് ഗോത്രത്തെയാണ് ഖുർആൻ വിശേഷിപ്പിച്ചത്? ആദ് ഗോത്രത്തെ. അൽ ഫറാഇദ് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറ അൻ-നിസാ. സൂറത്ത് മുർസലാത്തിൽ വൈലു യൗമ ഇതിൽ മുക്കദ്ദിബീൻ എന്നുള്ളത് എത്ര തവണ ആവർത്തിക്കുന്നുണ്ട്? 10 തവണ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ സൂറത്തല്ലാതെ മറ്റൊന്നും അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ജനങ്ങൾക്ക് ഇത് മതിയാകുമായിരുന്നു. കാരണം ഖുർആനിലെ എല്ലാ വിജ്ഞാനങ്ങളും അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഏതാണ് ഈ സൂറത്ത്? സൂറത്തുൽ അസ്ർ. സൂറത്ത് സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സൂറത്ത് ഏത്? സൂറത്തുൻ നംല്. സൂറത്ത് തൗബയിൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും അള്ളാഹുവിനെയല്ലാതെ ഭയപ്പെടാതിരിക്കുകയും ചെയ്തവർക്കു മാത്രം നിർവഹിക്കേണ്ട ഉത്തരവാദിത്തമായി പറഞ്ഞത് ഏത് കാര്യമാണ്? പള്ളി പരിപാലനം. റമദാൻ നോമ്പും വിധികളും വിവരിക്കുന്ന ആയത്തുകൾ ഏതെല്ലാം? സൂറ അൽ ബഖറ 183-187. സൂറത്തുൽ ജമാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഖുർആനിലെ അദ്ധ്യായം ഏത്? സൂറത്തുൽ ഇഖ്ലാസ്. ഒരു സൂറത്തിലെ ഒരു ആയത്തിൽ 2 പള്ളികളുടെ പേര് പറയുന്നുണ്ട്. ഏതാണ് ആ സൂറത്ത്? സൂറ ഇസ്രാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസവും പെരുന്നാൾ ദിവസവും പ്രസംഗത്തിൽ പാരായണം ചെയ്യാറുണ്ടെന്ന് ഹദീസിൽ വന്ന സൂറത്തുകൾ ഏതെല്ലാം? സൂറത്തുൽ ഖാഫ്, സൂറത്തുൽ ഖമർ. വാഹനത്തിൽ കയറുമ്പോൾ നാം പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന ഏത് സൂറത്തിലെ ഏത് ആയത്ത് ആണ്? സൂറ അസ്-സുഖ്റുഫ് ആയത്ത് 13. ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്തുൽ കൗസർ ആണ്. എന്നാൽ ഖുർആനിൽ 3 ആയത്തുകൾ മാത്രമുള്ള വേറെ എത്ര സൂറത്തുകൾ ഉണ്ട്? 2. ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ച ആയത്ത് ഏത്? സൂറ അൽ ബഖറ ആയത്ത് 281. അപ്പോൾ നിങ്ങളുടെ ഇരുവിഭാഗത്തിൻ്റെയും രക്ഷിതാവ് ചെയ്ത അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതിലെ ഇരുവിഭാഗം ആരാണ്? മനുഷ്യർ, ജിന്നുകൾ. തറാവീഹ് എന്ന പദത്തിൻ്റെ അർത്ഥം വിശ്രമം. ആദ്യ സമൂഹത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാം. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ എന്ന പ്രാർത്ഥന ഏത് ആയത്തിൽ?
എനിക്ക് അദൃശ്യകാര്യം അറിയാമായിരുന്നുവെങ്കിൽ ഞാൻ ധാരാളം ഗുണം നേടിയെടുക്കുമായിരുന്നു, തിന്മ എന്നെ ബാധിക്കില്ലായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്ന ആയത്ത് ഏത്? സൂറ അൽ അറാഫ് ആയത്ത് 188. ഖുർആനിൽ സൂറത്തുകൾക്ക് പേര് നൽകിയതാര്? അല്ലാഹു. ഹിജ്റ കലണ്ടർ നിലവിൽ വന്നത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ. അല്ലാഹുവിൻ്റെ ഒട്ടകം ഇറക്കപ്പെട്ട സമൂഹം ഏത്? സമൂദ്. ഫിത്ർ സകാത്ത് നൽകേണ്ട സമയം? റമദാനിലെ അവസാനത്തെ സൂര്യാസ്തമയം മുതൽ പെരുന്നാൾ നമസ്കാരം വരെ. നോമ്പിനെ പ്രവാചകൻ ഉപമിച്ചത് എന്തിനോട്? പരിച. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര റമദാൻ കാലം നോമ്പനുഷ്ഠിച്ചു? 9. ഹുറൂഫുൽ മുഖത്തഅത്തിൽ കൂടുതൽ തവണ ആവർത്തിച്ചു വന്നത് ഏത്? എത്ര തവണ? ഹാമീം 7 തവണ, സൂറത്ത് 40 മുതൽ 46 വരെ. ഹുറൂഫുൽ മുഖത്തഅത്ത് 2 കൂട്ടങ്ങളായി വന്നത് ഏത് സൂറത്തിൽ? അക്ഷരങ്ങൾ ഏവ? സൂറ അശ്-ശൂറ, ഹാമീം, ഐൻ, സീൻ, ഖാഫ്. അറബിയിലെ എല്ലാ അക്ഷരങ്ങളും ഉൾക്കൊള്ളുന്ന ഖുർആനിലെ 2 ആയത്തുകൾ. സൂറ ആൽ ഇംറാൻ 154, സൂറ ഫത്ഹ് 29. ഖുർആനിൽ പറഞ്ഞ മക്കയുടെ മറ്റു പേരുകൾ. ബക്ക, ഉമ്മുൽ ഖുറ, ബലദുൽ അമീൻ. ഹുറൂഫുൽ മുഖത്തഅത്ത് കൊണ്ട് തുടങ്ങുന്ന സൂറത്തുകൾ എത്ര? 29. ആകെ എത്ര അക്ഷരങ്ങൾ മുഖത്തഅത്ത് ആയി വന്നിട്ടുണ്ട്? 14 അക്ഷരങ്ങൾ. ഹുറൂഫുൽ മുഖത്തഅത്തിൽ ഒറ്റ അക്ഷരമായി വന്നിട്ടുള്ളത് ഏതെല്ലാം? സ്വാദ്, ഖാഫ്, നൂൻ. ഹുറൂഫുൽ മുഖത്തഅത്തിൽ സൂറത്തിൻ്റെ പേരായി വന്നിട്ടുള്ളവ ഏതെല്ലാം? സ്വാദ്, ഖാഫ്. ഹുറൂഫുൽ മുഖത്തഅത്ത് ആയി കൂടിയത് എത്ര അക്ഷരങ്ങളാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്? ഏവ? ഏത് സൂറത്തിൽ? 5 അക്ഷരങ്ങൾ. കാഫ്, ഹ, യ, ഐൻ, സ്വാദ്. സൂറത്ത് മറിയം. ഖുർആൻ സാവധാനത്തിൽ വേണ്ടിടത്ത് നിർത്തി ഓതുന്നതിന് പറയുന്ന പേര്? തർത്തീൽ. ചില ആയത്തുകൾ പാരായണം ചെയ്താൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ഈ സുജൂദിന് പറയുന്ന പേര്? സുജൂദു തിലാവാത്ത്. സുജൂദു തിലാവാത്തിൻ്റെ ആയത്തുകൾ എത്ര? 15. സുജൂദു തിലാവത്തിൻ്റെ ആയത്ത് ആദ്യം അവതരിച്ചത് ഏത് സൂറത്തിൽ? സൂറ അൻ-നജ്മ്. സുജൂദു തിലാവത്തിൻ്റെ ആയത്തുകൾ 2 എണ്ണമുള്ള സൂറത്ത്? അൽ ഹജ്ജ്. ചില സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന അലിഫ് ലാം മീം പോലുള്ള കേവലാക്ഷരങ്ങൾക്ക് പറയുന്ന പേര്? ഹുറൂഫുൽ മുഖത്തഅത്ത്. 1000 ആയത്തുകളേക്കാൾ ഉത്തമമായ ഒരു ആയത്ത് ഇവയിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തിനെപ്പറ്റി? മുസബ്ബിഹാത്തുകളെപ്പറ്റി.
ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പിശാചിൽ നിന്ന് അള്ളാഹുവിൽ ശരണം തേടാൻ കൽപ്പിക്കുന്നത് ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? സൂറ അന്നഹൽ ആയത്ത് 98. ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണം കുറിക്കുന്ന വചനം അൽ യൗമു അക്മൽതു ലക്കും ദീനക്കും ഏത് സൂറത്തിൽ എത്രാമത്തെ ആയത്തിൽ? സൂറത്ത് മാഇദ ആയത്ത് 3. ഖുർആൻ പാരായണ നിയമങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്ന പേര്? തജ്വീദ്. ഷിർക്കിൽ നിന്ന് അകറ്റുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൽ കാഫിറൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ശത്രുക്കൾ സുജൂദ് ചെയ്തത് ഏത് സൂറത്ത് കേട്ടപ്പോൾ? സൂറ അൻ-നജ്മ്. തസ്ബീഹ് കൊണ്ട് അതായത് സബ്ബഹ യുസബ്ബിഹു പോലെ തുടങ്ങുന്ന സൂറത്തുകൾക്ക് പൊതുവായി പറയുന്ന പേര്? മുസബ്ബിഹാത്ത്. മുസബ്ബിഹാത്തുകൾ എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏതെല്ലാം? 7 സൂറത്തുകൾ. സൂറത്തുൽ ഇസ്രാ, ഹദീദ്, ഹശർ, സൊഫ്, ജുമുഅ, താബുൻ, അഅല. ദാരിദ്ര്യത്തെ തടയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത്? സൂറ അൽ വാഖിയ. 70,000 മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത്? സൂറ അൽ അൻആം. സൂറ ആഫിറിൻ്റെ മറ്റൊരു പേര്? സൂറ മുഅ്മിനൂൻ. സൂറ ഫുസ്സിലത്തിൻ്റെ മറ്റൊരു പേര്? സൂറ ഹാമീം സജ്ദ. സൂറത്തുൽ ഇൻസാനിൻ്റെ മറ്റൊരു പേര്? സൂറ അദ്ദഹർ. സൂറത്തുൽ ഇസ്രാഇൻ്റെ മറ്റൊരു പേര്? സൂറ ബനു ഇസ്രായീൽ. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു പേര്? സൂറ അത്തൗഹീദ്. പാപങ്ങൾ പൊറുക്കപ്പെടുന്നതുവരെ അതിൻ്റെ ആൾക്കുവേണ്ടി ശുപാർശ ചെയ്യുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറത്തുൽ മുൽക്ക്. വെള്ളിയാഴ്ച ഫജർ നമസ്കാരത്തിന് ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ ഏതെല്ലാം? സൂറത്ത് സജ്ദ, സൂറത്ത് അൽ ഇൻസാൻ. വിത്ർ നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകൾ ഏതെല്ലാം? സൂറത്ത് അൽ അഅല, കാഫിറൂൻ, ഇഖ്ലാസ്. സ്ത്രീകളെ പ്രത്യേകം പഠിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച സൂറത്ത്? സൂറത്ത് അന്നൂർ. ഏത് സൂറത്തിൽ നിന്നുള്ള വചനങ്ങൾ കേട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് ആകർഷിച്ചത്? സൂറത്ത് ത്വാഹ. ഇഹലോകത്തുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? സൂറ അൽ ഫത്ഹ്. ആരാധനാ കർമ്മങ്ങളുടെ പേരുള്ള സൂറത്തുകൾ? സൂറ അൽ ഹജ്ജ്, സജദ, ജുമുഅ. ഏത് സൂറത്തിനെ കുറിച്ചാണ് അത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്ന് പിശാച് ഓടിപ്പോകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സൂറ അൽ ബഖറ. ഖബർ ശിക്ഷയെ തടുക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൽ മുൽക്ക്. മദനി സൂറത്തുകളുടെ എണ്ണം 28. ഫാത്തിഹ സൂറത്തിലെ സൂക്തങ്ങളുടെ
എണ്ണം എത്ര? 7. ഏത് സൂറത്ത് അവതരിച്ചപ്പോഴാണ് ഇബ്ലീസ് അട്ടഹസിച്ചത്? സൂറത്തുൽ ഫാത്തിഹ. ഖുർആനിൻ്റെ മാതാവ്. സൂറത്തുൽ ഫാത്തിഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുത്തുകാരൻ ആര്? സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ഖുർആനിൻ്റെ തലവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സൂറത്ത്? സൂറത്തുൽ ബഖറ. ഏത് സൂറത്തിലെ കർമ്മശാസ്ത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹു 12 വർഷം വിവരിച്ചു കൊടുത്തത്? സൂറത്തുൽ ബഖറയിലെ. അൽ ബഖറ സൂറത്തിലെ ആയത്തുകളുടെ എണ്ണം 286. മുൻ വേദങ്ങളിലെ കടഞ്ഞെടുത്ത സൂറത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏത് സൂറത്തിനെ കുറിച്ചാണ്? അൽ ബഖറ. പാരായണം ചെയ്താൽ വീട്ടിൽ 3 ദിവസം പിശാചിൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് ഏത്? സൂറത്തുൽ ബഖറ. സ്വീകരിക്കൽ ബറക്കത്തും ഉപേക്ഷിക്കൽ പരാജയവും ആണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സൂറത്ത് ഏത്? അൽ ബഖറ. ആയത്തുൽ കുർസി ഏത് സൂറത്തിലാണ്? സൂറത്തുൽ ബഖറ. ആയത്തുകളുടെ നേതാവ് അഥവാ സയ്യിദുൽ ആയ എന്നറിയപ്പെടുന്ന ആയത്ത് ഏത്? ആയത്തുൽ കുർസി. സഹ്റാവൈനി എന്നറിയപ്പെടുന്ന സൂറത്തുകൾ ഏവ? അൽ ബഖറ, ആലിമ്രാൻ. മഹ്ശറയിൽ തണലായി വരികയും സ്വർഗത്തിനു വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏത്? ആലിമ്രാൻ. ആലിമ്രാനിൽ എത്ര സൂക്തങ്ങളുണ്ട്? 200. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് എഴുതപ്പെട്ട ഖുർആനിൻ്റെ 2 പതിപ്പുകൾ സൂക്ഷിക്കപ്പെട്ടത് എവിടെ? താഷ്കെൻഡിലെ ഉസ്ബെക്കിസ്ഥാൻ മ്യൂസിയത്തിലും തുർക്കിയിലെ ഇസ്താംബുളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതിയിരുന്നത് എവിടെ? കല്ലുകൾ, തോൽക്കഷ്ണങ്ങൾ, ഈന്തപ്പനയോലകൾ തുടങ്ങിയവയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അദ്ധ്യായം ഏത്? സൂറത്തുൽ മാഇദ. സൂറത്തുൽ മാഇദയുടെ മറ്റൊരു പേര്? മുൻഖിദത്ത് അഥവാ രക്ഷപ്പെടുത്തുന്നത്. മുൻഖിദത്ത് എന്ന നാമം സൂറത്ത് മാഇദക്ക് നൽകാൻ കാരണം? ശിക്ഷ നൽകാൻ നിയോഗിക്കപ്പെട്ട മലക്കുകളിൽ നിന്നും ഈ സൂറത്ത് സംരക്ഷിക്കും. ഖുർആൻ എഴുത്തിന് പറയുന്ന പേര്? റസ്മ്. എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് ഏത്? സൂറ അൻആം. ഒരു സൂറത്തിൻ്റെ അവതരണത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്മയത്തോടെ തസ്ബീഹ് ചൊല്ലി. ഏതാണ് ആ സൂറത്ത്? സൂറ അൻആം. നജാഇബുൽ ഖുർആൻ അതായത് ഖുർആനിൻ്റെ മഹിമകൾ എന്ന് വിശേഷിപ്പിച്ച സൂറത്ത് ഏത്? സൂറ അൻആം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഖുർആൻ ലിപി ഏത്? റസ്മുൽ ഉസ്മാനി. ഫാത്തിഹയിൽ നൽകപ്പെടാത്ത 7 അക്ഷരങ്ങൾ നൽകപ്പെട്ട ഖുർആനിലെ ഏക സൂക്തം ഏത്? സൂറത്ത് അൻആമിലെ 122 ആയത്ത്.
ഖുർആൻ മനഃപ്പാഠമുള്ള ധാരാളം സ്വഹാബികൾ രക്തസാക്ഷികളായ യുദ്ധം. യമാമ യുദ്ധം. സജദയുടെ ആദ്യ ആയത്ത് ഏത് സൂറത്തിലാണ്? സൂറ അഅ്റാഫ്. സൂറത്തുൽ അഅ്റാഫിന് ഈ പേര് ലഭ്യമാകാൻ കാരണം സ്വർഗത്തിലും നരകത്തിലും ഉൾപ്പെടാത്ത അഅ്റാഫുകാരെ പരാമർശിച്ചതിനാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഗ്‌രിബ് നിസ്കാരത്തിൽ പൂർണ്ണമായി പാരായണം ചെയ്ത ഏറ്റവും വലിയ സൂറത്ത് ഏത്? സൂറത്തുൽ അഅ്റാഫ്. ഏറ്റവും കുറവ് സൂറത്തുകൾ ഉള്ളത് ഏത് ജുസുയിലാണ്? രണ്ടാം ജുസുയിൽ. അൽ ബഖറ സൂറത്തിൻ്റെ ഒരു ഭാഗം മാത്രം. ഏറ്റവും കൂടുതൽ സൂറത്തുകൾ ഉള്ളത് ഏത് ജുസുയിൽ? എത്ര സൂറത്തുകൾ? 30-ാം ജുസുയിൽ 37 സൂറത്തുകൾ. 2 ബിസ്മിയുള്ള സൂറത്ത് ഏത്? സൂറ അൻ-നംൽ. ഖുർആനിൽ എത്ര ബിസ്മി എഴുതപ്പെട്ടിട്ടുണ്ട്? 114. അള്ളാഹുവിൻ്റെ പേരുകൾ നൽകപ്പെട്ട സൂറത്തുകൾ. ഫാത്തിർ, ഗാഫിർ, അർ-റഹ്മാൻ, അൽ-അഅ്ല. പ്രവാചകന്മാരുടെ പേരിലുള്ള സൂറത്തുകൾ. സൂറ യൂനുസ്, ഹൂദ്, യൂസുഫ്, ഇബ്രാഹിം, മുഹമ്മദ്, നോഹ്. പ്രവാചകന്മാരുടേതല്ലാത്ത വ്യക്തികളുടെ പേരിലുള്ള സൂറത്തുകൾ. സൂറ മറിയം, ലുക്മാൻ. രാജ്യങ്ങളുടെ പേര് നൽകപ്പെട്ട സൂറത്തുകൾ. സൂറ അർ-റൂം, സബഅ്. ഫ എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ ഫാത്തിഹ. മീം എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ കൗസർ. ത എന്ന അക്ഷരം ഇല്ലാത്ത സൂറത്ത്. അൽ ഇഖ്ലാസ്. അള്ളാഹുവിൽ ശരണം തേടാൻ ഉപയോഗിക്കുന്നതിനാൽ അൽ മുഅവ്വിദത്തൈനി എന്ന് അറിയപ്പെടുന്ന സൂറത്തുകൾ. സൂറ അൽ ഫലഖ്, അന്നാസ്. അൽ ഇഖ്ലാസ്, അൽ ഫലഖ്, അന്നാസ് എന്നീ 3 സൂറത്തുകൾക്കും കൂടി പറയുന്ന പേര് അൽ മുഅവ്വിദാത്ത്. ഖുർആനിൻ്റെ മറ്റു പേരുകൾ. അൽ ഫുർഖാൻ, അദ്ദിക്ർ, അന്നൂർ, അൽ ഹുദ, അൽ കിതാബ്. ലോകത്ത് ഏറ്റവുമധികം വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏത്? ഖുർആൻ. ഇസ്ലാമിൽ പാരായണം ആരാധനയായി നിശ്ചയിക്കപ്പെട്ട ഏക ഗ്രന്ഥം ഏത്? ഖുർആൻ. ഒന്നാമതായി ഖുർആൻ മനഃപ്പാഠമാക്കിയ വ്യക്തി ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ. ഉമ്മുൽ ഖുർആൻ, അസാസുൽ ഖുർആൻ, അദ്ദുആ, അൽ ഹംദ്, അൽ കൻസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗനരകങ്ങൾ കണ്ട ദിവസം. മിഅ്റാജ് ദിനം. മിഅ്റാജിൽ അള്ളാഹുവുമായി സംഭാഷണം നടന്ന സ്ഥലം. സിദ്റത്തുൽ മുൻതഹ. ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത. ആയിഷ ബീവി. പ്രവാചകനിൽ നിന്നും ഏറ്റവുമധികം ഹദീസ് റിപ്പോർട്ട് ചെയ്ത സ്വഹാബി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ക്രോഡീകരിച്ചത് ഏത് ഖലീഫയുടെ കാലത്ത്? 1-ാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത്.
ഖുർആനിലെ സൂറത്തുകളുടെയും ആയത്തുകളുടെയും ക്രമം നിശ്ചയിച്ചത് ആര്? അല്ലാഹു. നോമ്പുകാർ പ്രവേശിക്കുന്ന സ്വർഗ കവാടം റയ്യാൻ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനംമാറ്റത്തിനിടയാക്കിയ സൂറത്ത് സൂറത്തു ത്വാഹ. യൗമുൽ ഫുർഖാൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ദിനം ബദർ യുദ്ധദിനം. ബദർ യുദ്ധത്തിൽ ഷഹീദായ മുസ്ലിങ്ങൾ. 14. ഇസ്രാ മിറാജ് നടന്ന വർഷം നുബുവത്തിൻ്റെ 10-ാം വർഷം. മിറാജ് യാത്രയിൽ ആദ്യമെത്തിയ സ്ഥലം ബൈത്തുൽ മുഖദ്ദസ്. മിറാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരവധി മലക്കുകളെ കണ്ട സ്ഥലം സിദ്റത്തുൽ മുൻതഹ. സത്യനിഷേധികൾക്ക് ഉദാഹരണമായി ഖുർആനിൽ പറയപ്പെട്ട 2 സ്ത്രീകൾ നൂഹ് നബി അലൈഹിസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാം എന്നിവരുടെ ഭാര്യമാർ. നബിയുടെ ഗോത്രനാമം ഖുറൈശ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് വിശുദ്ധ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശല്യം ചെയ്തയാളെ ഖുർആൻ 10ഓളം തവണ ആക്ഷേപിച്ചിട്ടുണ്ട്. ആരാണിയാൾ? വലീദ് ബിൻ മുഗീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഖുർആനിൽ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട്? 4 പ്രാവശ്യം. ഖുർആനിൻ്റെ സൂക്ഷിപ്പുകാരി ഹഫ്സ റളിയല്ലാഹു അൻഹ. ഒരു പ്രവാചകൻ്റെ 2 മക്കളും പ്രവാചകന്മാർ. അവരുടെ പേര് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മക്കൾ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം. യാക്കൂബ് നബിയുടെ ഇളയ പുത്രൻ ബിന്യാമിൻ. ബൈത്തുൽ മുഖദ്ദസ് നിർമ്മിച്ചത് ആരെല്ലാം? ദാവൂദ് നബി അലൈഹിസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാം. സ്വപ്നവ്യാഖ്യാനം പറയാൻ കഴിവുള്ള പ്രവാചകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. പിതാവില്ലാതെ ജനിച്ച 2 പ്രവാചകന്മാർ ആദം നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം. ആകാശത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന പ്രവാചകൻ ഈസാ നബി അലൈഹിസ്സലാം. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാം. കഅബ പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര? 950 വർഷം. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര് ഹാജറ റളിയല്ലാഹു അൻഹ, സാറ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാം. മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ സക്കരിയ നബി അലൈഹിസ്സലാം. കഅബ പുതുക്കി പണിതത് ആരാണ്? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും. അഗ്നികുണ്ഡാരത്തിലേക്ക് എറിയപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നൂഹ് നബിയുടെ പ്രബോധന കാലം എത്ര? 950 വർഷം. ക്ഷമാശീലർക്ക് മാതൃകയായി പറയപ്പെടുന്ന പ്രവാചകൻ
അയ്യൂബ് നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ ഭാര്യമാരുടെ പേര്: ഹാജറ റളിയല്ലാഹു അൻഹ, സാറ റളിയല്ലാഹു അൻഹ. റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ: നൂഹ് നബി അലൈഹിസ്സലാം. മലക്കുകൾ അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണെന്ന് വിശ്വസിച്ചവർ: മക്കയിലെ കിനാർ വിഭാഗം. ആദം നബിയെ എത്ര പ്രാവശ്യം ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്? 34 സ്ഥലങ്ങളിൽ. ലോക വനിതകളിൽ അള്ളാഹു പ്രമുഖ സ്ഥാനം നൽകിയ സ്ത്രീ: മറിയം ബീവി. ദുന്നൂൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ: യൂനുസ് അലൈഹിസ്സലാം. ആദം നബിയുടെ 2 പുത്രന്മാർ: ഹാബീൽ, കാബീൽ. മൂസ അലൈഹിസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര്: ഇമ്രാൻ. യൂനുസ് നബി നിയുക്തനായ നാടിൻ്റെ പേര്: ഈജിപ്ത്. ഖുർആനിൽ ഏറ്റവും അധികം തവണ പേര് പറയപ്പെട്ട നബി: മൂസ നബി അലൈഹിസ്സലാം. എത്ര ആകാശങ്ങളും എത്ര ഭൂമികളും ഉണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 ആകാശങ്ങളും 7 ഭൂമികളും. നരകത്തിന് എത്ര വാതിലുകളുണ്ടെന്നാണ് ഖുർആനിലെ പരാമർശം? 7 വാതിലുകൾ. ജനിച്ച കുഞ്ഞിന് എത്ര കാലം മുലപ്പാൽ നൽകാനാണ് ഖുർആനിൻ്റെ അധ്യാപനം? 2 കൊല്ലം. ഖുർആനിലെ ഏറ്റവും നല്ല കഥയായി വിലയിരുത്തപ്പെടുന്നത്: യൂസുഫ് നബിയുടെ കഥ. ഉമ്മുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന വനിത: ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയങ്കരൻ അഥവാ ഹുബ്ബുർ റസൂലില്ല എന്ന് അറിയപ്പെട്ട സ്വഹാബി: സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ദുന്നൂറൈൻ എന്ന് അറിയപ്പെട്ട സ്വഹാബി: ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അള്ളാഹു സലാം അറിയിച്ച ഏക വ്യക്തി: ഖദീജ റളിയല്ലാഹു അൻഹ. ഹവാരിയു റസൂലില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹായി എന്ന് അറിയപ്പെട്ട സ്വഹാബി: സുബൈർ ബിനുൽ അവ്വാം റളിയല്ലാഹു അൻഹു. ലൈലത്തുൽ ഖദറിൻ്റെ മറ്റൊരു പേര്: ലൈലത്തുൽ മുബാറക്. ഖുർആനിൽ എത്ര നബിമാരുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്? 25 നബിമാരുടെ. എല്ലാ ആയത്തും ഹ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന സൂറത്ത്: സൂറ അശംസ്. ഏത് സൂറത്ത് പാരായണം ചെയ്യപ്പെടുന്ന വീടുകളിൽ നിന്നാണ് പിശാച് ഓടിപ്പോകുന്നത്? സൂറ അൽ ബഖറ. എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്ത്: സൂറ അൽ കഹ്ഫ്. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഏക സ്ത്രീ: മറിയം. ഒരു സ്ത്രീയുടെ പേരിൽ ഖുർആനിലുള്ള സൂറത്ത്: സൂറത്തുൽ മറിയം. ഖുർആനിൽ പേരെടുത്തു പറഞ്ഞ ഒരേ ഒരു സ്വഹാബി: സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹു. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള സൂറത്ത്: സൂറ അൽ ഫാത്തിഹ. സബ്ഉൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത്: സൂറ അൽ ഫാത്തിഹ. ഖുർആനിലെ ഏറ്റവും ദീർഘമായ ആയത്ത്: ആയത്തുദ്ദൈൻ.
ഖുർആനിൻ്റെ മൂന്നിലൊന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത്. സൂറ അൽ-ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹമ്മദ് എന്ന നാമം പരാമർശിച്ച സൂറത്ത്. സൂറ അസ്-സഫ്. എല്ലാ ആയത്തിലും അല്ലാഹു എന്ന പദമുള്ള സൂറത്ത്. സൂറ മുജാദല. ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത്. സൂറ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ. ഒരു സൂറത്തായി ഒന്നിച്ച് പൂർണ്ണമായി അവതരിച്ച സൂറത്ത്. സൂറ അൽ മുദ്ദസിർ. ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്ത്. സൂറ അൽ ബഖറ. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്ത്. സൂറ അൽ കൗസർ. ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏക സൂറത്ത്. സൂറ അത്ത്-തൗബ. ഖുർആനിലെ ഏറ്റവും മഹത്വമുള്ള ആയത്ത്. ആയത്തുൽ കുർസി. ഖുർആൻ എന്ന പദത്തിൻ്റെ അർത്ഥം വായിക്കപ്പെടുന്നത്. ഖുർആൻ അവതരിച്ചത് എത്ര കാലം കൊണ്ട്? 23 വർഷം കൊണ്ട്. ഖുർആനിൽ ആകെ എത്ര സൂറത്തുകൾ ഉണ്ട്? 114 സൂറത്തുകൾ. ഖുർആൻ അവതരണത്തിൻ്റെ മുമ്പ് അത് രേഖപ്പെടുത്തിയിരുന്നത് എവിടെ? ലൗഹുൽ മഹ്ഫൂദിൽ. മക്കീ സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ. മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. ഹിജ്റക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾ. റമളാൻ ഒന്നാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? റഹ്മത്ത്. റമളാൻ രണ്ടാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? മഗ്ഫിറത്ത്. റമളാൻ മൂന്നാമത്തെ 10 വിശ്വാസികൾക്കുള്ള നേട്ടം എന്ത്? നരകമോചനം. നോമ്പുകാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്തോഷം. അല്ലാഹുവിനെ കാണൽ. പള്ളികളിൽ ഇന്നു കാണുന്ന തരത്തിലുള്ള മിഹ്റാബിന് തുടക്കമിട്ടത് ആര്? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ബദറിൻ്റെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടിമയായിരുന്ന മെഹ്ജ റളിയല്ലാഹു അൻഹു. റമളാൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? കരിച്ചു കളയുക. ഖുർആനിൽ ജഹന്നം അഥവാ നരകം എന്ന പദം എത്ര തവണ പ്രയോഗിച്ചിട്ടുണ്ട്? 77 തവണ. ബദർ ദിനം എന്നാണ്? റമളാൻ 17-ന്. സഹ്ർ എന്നാൽ എന്താണ്? അത്താഴം. നോമ്പുകാർക്ക് പ്രവേശനം ലഭിക്കുന്ന സ്വർഗ കവാടം ഏത്? റയ്യാൻ. വിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതീർണമായ രാവ് ഏത്? ലൈലത്തുൽ ഖദർ.